പ്രദീപ് പന്തിൻ്റെ ഈ ഒരു യാത്ര, ചിറാപുഞ്ചിയിലേക്കുള്ള യാത്ര ഏകദേശം അവസാനിക്കുന്നതാണ്. നമ്മൾ കണ്ടു അദ്ദേഹം മേഘാലയ, ഷിലോങ്, ചിറാപുഞ്ചി ഈ സ്ഥലങ്ങൾ, നോർത്ത് ഈസ്റ്റ്, നമുക്കധികം പരിചയമില്ലാത്ത നോർത്ത് ഈസ്റ്റ്, അവരുടെ കൾച്ചർ, അവരുടെ ഹാബിറ്റ്സ്, അവരുടെ മായിത്തി ബസാർ, അതെല്ലാം നമുക്ക് വേണ്ടിയും നമ്മളെയും പരിചയപ്പെടുത്തി. അതാണല്ലോ ഒരു യാത്രാ വിവരണത്തിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. നമ്മളെയും അവിടെയൊക്കെ കൊണ്ടുപോയി. ഇപ്പം അദ്ദേഹം പറയുന്നത്, അവർ ഒരു സ്ഥലത്തെത്തി. रास्ते में खासी, जयंतिया और गारो पहाड़ियों के लोगों के बारे में बताने लगते हैं सांगमा. അവരുടെ കൂടെ വന്ന ആൾ सांगमा അവിടുത്തെ ലോക്കലാണ്. वह कहते हैं खासियों को यहाँ सम्मान की दृष्टि से देखा जाता है, यानी जो खासी है वह समझ लीजिए कि समाज का प्रतिष्ठित व्यक्ति है. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ജാതി സമ്പ്രദായം, ഉയർന്ന ജാതി താഴ്ന്ന ജാതി ഉള്ളതുപോലെ തന്നെ ആ മൗണ്ടേനിയസ് ഏരിയയിലും ആ പർവ്വത പ്രദേശത്തിലും ചില കാറ്റഗറി ആൾക്കാർക്ക് കുറച്ചുകൂടെ സമൂഹത്തിലൊരു സ്ഥാനവും വിലയൊക്കെ ഉണ്ട്. അത് ഈ ഖാസി പർവ്വതത്തിൽ താമസിക്കുന്നവരാണ്. आप मैं पूछता हूँ. जी हाँ, मैं भी खासी ही हूँ और मेरी पत्नी भी, सांगमा हंसते हुए कहते हैं. അപ്പോൾ കൂടെ വന്ന ആ സാങ്മ പറയും, ഞാനും ഖാസിയാണ്, എൻ്റെ വൈഫും ഖാസിയാണ്. അയാൾ തെല്ല് അഭിമാനത്തോടെയാണ് പറയുന്നത്. കാരണം അവിടെ ഖാസി കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ റെസ്പെക്റ്റാണ്. मैं भी उत्तर प्रदेश के उच्चकुलीन पर्वतीय परिवार से ही हूँ, हंसते हुए कहता हूँ. ഉടനെ പ്രദീപ് പന്ത്ജി പറയും, ഞാനും യു പിയിലെ ഒരു ഹൈകാസ്റ്റ് ഫാമിലിയിലെ മെമ്പറാണ്. और फिर हम दोनों ठहाका लगाकर हंस पड़ते हैं. ഹമാരാ യഹ ടഹാക്ക ഹം ദോനോ പർ ഹി വ്യംഗ് ഹെ. ഞങ്ങളിത് ഞങ്ങളുടെ ജാതിയുടെ മേൽക്കോയ്മ പറഞ്ഞ് ഞങ്ങൾ തന്നെ പൊട്ടിച്ചിരിക്കും. ആ പൊട്ടിച്ചിരി ഞങ്ങളെ തന്നെ കളിയാക്കുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ജാതിയിൽ അനാവശ്യമായി അഹങ്കരിക്കുന്നു എന്നുള്ളതിന് ഒരു വ്യംഗ്യം പോലെ ഞങ്ങളും പൊട്ടിച്ചിരിക്കും. कहा जाता है कि जो पहले मंगोलियाई भारत आए, खासी और जयंतिया उन्हीं के वंशज हैं. वे इन अलग थलग पहाड़ियों में आकर बस गए और अंग्रेज़ों ने जब तक इस क्षेत्र में पैर नहीं पसारे तब तक वे अपनी आज़ादी को सुरक्षित रखते हुए अपना एकाकी जीवन बिताते रहे, सांगमा बताते हैं. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഖാസി പർവ്വത്തും ജയന്തിയ പർവ്വത്തിലും വന്ന് സെറ്റിലായ ആൾക്കാർ ആക്ച്വലി മംഗോളിയൻസ് ആയിരുന്നു. മംഗോളിയൻ ട്രൈബാണ്. അവരിങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. അതാണ് ഈ ഖാസി പർവ്വത്തിലും ജയന്തിയ പർവ്വത പ്രദേശത്തിലും ഉള്ളവർ. ഓർ ഗാരോ. അപ്പോൾ എൻ്റെ നാച്ചുറലി ചോദ്യം, പ്രദീപ് പന്തിൻ്റെ നാച്ചുറലായിട്ടുള്ളൊരു ചോദ്യം, ഈ ഗാരോ പർവ്വത്തിലെ ആൾക്കാർ ഇവിടെ ഉള്ളവരാണ്. करीब 6 लाख गारो लोगों की मातृभूमि है गारो पर्वतमालाएं, सांगमा का कहना है. आप अक्सर जिस झूम खेती की चर्चा सुनते हैं उसके लिए यह क्षेत्र काफ़ी चर्चित रहा है. നിങ്ങൾ ഈ ജൂം ഖേത്തി നെ പറ്റി കേട്ടിട്ടില്ലേ? വളരെ ഫേമസ് ആണ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും. അതിന് ഈ ക്ഷേത്രം വളരെ ഫേമസ് ആണ്, ഈ പർവ്വത പ്രദേശം. ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ജൂം ഖേത്തി എന്ന് പറഞ്ഞാൽ അവർ ഒരു പർവ്വത പ്രദേശത്തിൽ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ഏരിയ അവർ കൾട്ടിവേഷന് വേണ്ടി സെലക്ട് ചെയ്യും. അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടും. അത് കഴിഞ്ഞ് അതിനെ കത്തിക്കും. എന്നിട്ട് ആ ഒരു ചാരം ആ മണ്ണിന് വളമായി മാറും. അവിടെ അവർ കൃഷി ചെയ്യും. എന്നിട്ടൊരു 1-2 വർഷം അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ ലാൻഡ് അങ്ങ് ഉപേക്ഷിക്കും. അവർ വേറെ ഏതെങ്കിലും സ്പോട്ട് കണ്ടെത്തും. പിന്നീട് ഈ ലാൻഡ് 10-15 വർഷത്തിന് ശേഷമാണ് ഇവിടെ പിന്നെയും കൃഷി ചെയ്യാൻ അവർ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും മണ്ണിന്. അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ജൂം കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈയിടെ സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത്, കൃഷി സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത്, ഇപ്പോഴൊക്കെ ജൂം കൾട്ടിവേഷൻ എന്ന് വെച്ചാൽ ഇപ്പം പർവ്വത പ്രദേശങ്ങളിലും വളരെയധികം പോപ്പുലേഷനായി. അപ്പോൾ ഈ ഒരു ലാൻഡ് ഇവർ ഉപേക്ഷിച്ച് കഴിഞ്ഞ് പിന്നെ 2-3 വർഷം കഴിഞ്ഞ് അവർ തിരിച്ച് അത് സ്ഥലത്ത് വരേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് പോപ്പുലേഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഒരു ഗുണം ഇവിടെ കിട്ടുന്നില്ല. दंतकथा प्रचलित है कि गारो लोग मूल रूप से तिब्बत के एक प्रांत तोरुआ के निवासी हैं. सदियों पहले अपने सरदारों जप्पा, जालिम्पा और सुकपा बोंगेब्स के नेतृत्व में वे तोरुआ से निकल पड़े और स्थायी ठिकाने की खोज में कई शताब्दियों तक ब्रह्मपुत्र घाटी में भटकते रहे और वहाँ के क्रूर शासकों के जोर जुल्म झेलते रहे. ഇത് വേറെ ഒന്നുമല്ല,
ഈ ഒരു പർവ്വത പ്രദേശം ഇവ 3 മൗണ്ടൻ ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഖാസി ഹിൽസ്, പിന്നെ ജയന്തിയ, ഗാരോ. അപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ ഖാസിയിൽ താമസിക്കുന്നവർ കുറച്ചുകൂടെ ഹൈ ഗ്രേഡ് ആയിട്ടാണ് അവർക്ക് സൊസൈറ്റിയിൽ നിലയും വിലയും ഉള്ളത്. അവരുടെ ആൻസിസ്റ്റേഴ്സ് മംഗോളിയൻസ് ആയിരുന്നു. ഇവിടെ ഈ ഗാരോ പർവ്വത്തിലെ ആൻസിസ്റ്റേഴ്സ് തിബത്തിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിലായവരാണ്. അപ്പോൾ അവരുടെ വരവും പിന്നെ കാലാന്തർ വേ കൈ കബീലോ മേ ബട്ട് ഗए, പല ട്രൈബ്സ് ആയിട്ട് മാറി. और मुख्य कबीले ने अबोंग नेगा के नेतृत्व में നോക്രേക്ക് पर अधिकार जमा लिया. എന്നിട്ട് അവരുടെ മെയിൻ ട്രൈബ് ഈ നോക്രേക്ക് എന്ന് പറയുന്നത് ഗാരോ പഹാഡിയോं की सबसे ऊंची चोटी है. ഗാരോ മൗണ്ടൻ റേഞ്ചിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. അതിൽ അവർ അധികാരം സ്ഥാപിക്കുകയും, അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ ഗാരോ ട്രൈബ്സ് ആക്ച്വലി അവരുടെ ആൻസിസ്റ്റേഴ്സ് തിബത്തിൽ നിന്നാണ്. ക്ലിയർ ആയാലും നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഈ ഗാരോ പർവ്വത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ഈ നോക്രേക്ക്. അത് ചിലപ്പോൾ ഷോർട്ട് ആൻസേഴ്സിലൊക്കെ ചോദിക്കാം, 1 വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം. അതൊരു പക്ഷേ 1 വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം. പിന്നെ ഈ ഗാരോ പർവ്വത്തിൽ സെറ്റിലായവർ ബേസിക്കലി തിബത്തിയൻസ് ആയിരുന്നു. बहरहाल आज यह माना जाता है कि गारो लोग बोडो जाति का एक अंग है और यह बोडो जाति तिब्बती बर्मी जातीय परिवार की एक शाखा है. പറയപ്പെടുന്നത് ഈ ഗാരോ ആൾക്കാർക്ക് അവരുടെ ആൻസിസ്റ്റേഴ്സ് ബോഡോ ജാതിയായിട്ടും ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. അത് ഈ തിബ്ബത്ത് ആൻഡ് ബർമ അവിടുത്തെ ഒരു ഗ്രൂപ്പാണ്, ഒരു ഫാമിലിയാണ്, അവിടുത്തെ ഒരു ട്രൈബാണ്. छात्र जीवन में समाजशास्त्र का अध्ययन करते हुए कभी खासी, जयंतिया और गारो पर्वतमालाओं और वहाँ के लोगों के बारे में पढ़ा था और अब इस पल अपने को खासी हिल्स में पाकर लगा उस सुदूर अतीत के सपने में पहुँच गया हूँ. ഞാൻ സോഷ്യൽ സ്റ്റഡീസിൽ സമാജശാസ്ത്രം എന്ന് പറയുമ്പോൾ സോഷ്യൽ സ്റ്റഡീസ് ബുക്സിൽ ഈ ജയന്തിയ ഹിൽസ്, ഈ ഖാസി ഹിൽസിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് നേരിട്ട് കണ്ടപ്പോൾ ഒരു വേറിട്ട ഒരു അനുഭവമായിരുന്നു എന്ന് എഴുത്തുകാരൻ പറയാണ്. തബ് മൻമേ ഉത്സുകത ജാഗി थी, कैसे होंगी वे पर्वतमालाएं, कैसे होंगे वहाँ के लोग. अब कम से कम खासी पर्वतमालाओं का एक छोर तो देख ही लिया है ഓർ ലോഗ്. അതുപോലെ അന്ന് ഞാൻ ആ സോഷ്യൽ സ്റ്റഡീസിൽ ഈ മൗണ്ടൻ ഏരിയ ഒക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും, അവിടുത്തെ ഭൂപ്രദേശം എങ്ങനെയായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനത് വാസ്തവത്തിൽ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് തോന്നിയത്. നമ്മൾ പഠിച്ച കാര്യം ടെക്സ്റ്റ് ബുക്കുകളിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മളതിനെ പ്രാക്ടിക്കലായിട്ട് നേരിട്ട് അനുഭവിച്ചറിയുന്ന ഒരു സന്ദർഭമായിരുന്നു എനിക്ക് ഈ യാത്ര. याद आता है बहुत पहले बेलगांव में एक कर्नाटक निवासी से भेंट हुई थी. मैं कानपुर के क्रांतिकारी श्री सुरेंद्र पांडे के साथ था. कर्नाटक के ये सज्जन उत्तर भारत घूम कर आए थे और पांडे जी को अपने संस्मरण सुना रहे थे. पांडे जी ने सहसा उनसे पूछ लिया था, उत्तर के लोग तुम्हें कैसे लगे. പിന്നെ ഇതൊരു നമ്മൾ ഇന്ത്യ ഒരു കൺട്രിയാന്ന് പറഞ്ഞാലും നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഈ ഒരു ഡിവൈഡ് എപ്പോഴും നമ്മുടെ മനസ്സിൽ പൊതുവേ നിൽക്കാറുണ്ട്. അതിൽ നിന്ന് ഒരു പടി പിന്നിലോട്ടാണ് ഈ നോർത്ത് ഈസ്റ്റ് ആൾക്കാരെ പറ്റി കരുതുന്നത്. നമ്മൾ ഈയിടെയൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ട് കാണും, അധികം നാളായില്ല. ഈ നോർത്ത് ഈസ്റ്റിലെ ഈ മേഘാലയ, ആസാം ഇവരുടെയൊക്കെ കണ്ണ് ഒരുമാതിരി ചെറിയ കണ്ണും ഈ ചൈനീസുകാരെ പോലാണല്ലോ അവരുടെ അപ്പിയറൻസ്. ഷോർട്ടായിരിക്കും, നല്ല വെളുത്തിട്ട് സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും. അവരെ കണ്ടാൽ ഒരു മംഗോളിയൻ, തിബത്തിയൻ, ചൈനീസ് വംശജരുടെ ഒരു ലുക്കാണ്. അപ്പം പറയപ്പെടുന്നത് പലരും അവരെ ഇന്ത്യൻസായിട്ട് പോലും കരുതത്തില്ല. പല ഇഷ്യൂസ് വരുമ്പോൾ അവരെ ഫോറിനേഴ്സിനെ അടിച്ചോടിക്കുന്ന പോലെയാണ് ഓടിക്കുന്നത്. പല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഭാരത്. അപ്പോൾ ഇവിടെ കർണാടകയിലെ ഒരു വ്യക്തി, കർണാടക എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയാണ്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി നോർത്ത് ഇന്ത്യയിൽ പോയപ്പം അയാളോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടിട്ട് എങ്ങനെ തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഭാരത് മേ ജഹാ ജാओ लोग सब जगह एक से ही हैं. उन्होंने कहा था, हाँ बोली, पहनावे, नाक नक्श में थोड़ा बहुत अंतर है. അപ്പോൾ അന്ന് ആ കർണാടകയിലെ ആൾ പറഞ്ഞു, ഇന്ത്യയിൽ എവിടെ പോയാലും എല്ലാവരും ഒരേപോലെയാണ്. കാരണം ഇന്ത്യ വൈവിധ്യത്തിൽ തന്നെ ഒരു യൂണിറ്റി കണ്ടെത്തുന്ന ഒരു കൺട്രിയാണ്. പിന്നെ നാക് നക്ഷ്, അവരുടെ ഒരു ഷേപ്പ്, സ്ട്രക്ചറിലൊക്കെ അല്പം വ്യത്യാസമൊക്കെ വരാം. പക്ഷെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ പോയാലും മനുഷ്യരെല്ലാം ഒരുപോലെ തന്നെയാണെന്നാണ് ആ കർണാടകയിലെ വ്യക്തി പറഞ്ഞത്. ഉൻകെ പർവ് ത്യോഹാർ ഭി അലഗ് ഹൈ, ഉൻകെ രംഗാരംഗ് നൃത്യോं का अपना सौंदर्य है.
അതാണ് ഓരോരുത്തരുടെ നാക്ക് നക്ഷ്, ഫിസിക്കൽ അപ്പിയറൻസ്, പിന്നെ അവരുടെ പെഹനാവേ, അവരുടെ ഡ്രസ്സിങ്, അവരുടെ ബോലി, അവരുടെ ഭാഷ, അവരുടെ പർവ് ത്യോഹാർ, അവരുടെ ആഘോഷങ്ങൾ, അതെല്ലാം വ്യത്യാസമാണ്. ഉൻകെ രംഗാരംഗ് നൃത്യവും കാപ്ന സൗന്ദര്യ. ഓരോ പ്രദേശത്തും ഇപ്പം നമ്മുടെ തിരുവാതിര, വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ആസാമിലൊക്കെ ആണെങ്കിൽ ബിഹു എന്ന് പറയും. അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ്, അതിൻ്റെ ഭംഗി, നമ്മുടെ സെറ്റും മുണ്ടിൻ്റെയും ഭംഗി, അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു ട്രാവലോഗിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അനുഭവവേദ്യമാകുന്നത് ഈ ഒരു പ്രത്യേകതകളാണ്. പിछली रात एक समारोह में ഖാസിയോं കാ നോങ്ക്രേം നൃത്യ ദേഖാ ഥാ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഡാൻസാണ് ഈ നോങ്ക്രേം നൃത്യം. അത് ഖാസികളുടെ ഒരു ആ ട്രൈബിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ഡാൻസ്. ഉൻകാ പ്രമുഖ് നൃത്യ ഹൈ യഹ് जो 5 दिन धार्मिक उत्सव के अवसर पर किया जाता है. समूह नृत्य में कई जोड़े स्त्री पुरुष पांव थिरक उठते हैं. नृत्य और उत्सव के जरिए शांति और संपन्नता की कामना की जाती है और अच्छी फसल के लिए ഈശ്വർ को ധന്യവാദ് ദിയാ ജാതാ ഹെ. അപ്പോൾ ഈ ഒരു നോങ്ക്രേം നൃത്യം എന്ന് വെച്ചാൽ മേഘാലയയിലെ ആൾക്കാരുടെ ആ ഒരു ഖാസി ട്രൈബിൻ്റെ ഡാൻസ് നമുക്കതായത് ആസ്വദിക്കാം. ഈ നോങ്ക്രേം ഡാൻസിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സും ആ കളർ കോമ്പിനേഷനും അവരുടെ ആ ഒരു ഡാൻസിൻ്റെ പ്രത്യേകതയും നമുക്ക് കണ്ട് ആസ്വദിക്കാം. Today marks the last day of the festival of the Khasi tribe here in Smiths. The Nongkrim Dance Festival is performed to appease the almighty goddess Kablai Sanshar for a bumper harvest and prosperity of the people. We're now here at one of the markets, and this market is always held every year when the festival is being held. Now, where the arena is that side, where the dance is being held, on the other end you have here with all the local products, and mainly Meghalaya with its sugarcane. It's very famous. And we are proud to say that the people of the state, the people of this kingdom, still
അപ്പോൾ ആ കണ്ടതായിരുന്നു നോങ്ക്രീം ഡാൻസ്. അത് അവരുടെ ഒരു സമൂഹ നൃത്യമാണ്. ജിസ്മേ കൈ ജോഡെ സ്ത്രീ പുരുഷ് പാവ് തിറക് ഉഠ്തേ ഹെ. സ്ത്രീകളും പുരുഷന്മാരും അതൊരു പ്രത്യേക രീതിയിലാണ് അവരുടെ ചലനം. नृत्य और उत्सव के ज़रिए शांति और संपन्नता की कामना की जाती है और अच्छी फसल के लिए ഈശ്വർ കോ ധന്യവാദ് ദിയാ ജാത്ത ഹെ. നല്ലൊരു വിളവ് അവർക്ക് കിട്ടിയതിന് അവർ ഈശ്വരന് നന്ദി പറയുന്ന ഒരു ഉത്സവം കൂടിയാണ്. अपने ढंग का अलग नृत्य है यह, अपने अंचल की विविधता को समेटे हुए, लेकिन इसके पीछे उत्तर और दक्षिण भारत के उन नृत्यों जैसी ही भावना निहित है जो फसल कटाई की खुशी में गांव-गांव में ആയോജിത് കിയേ ജാത്തേ ഹെ. അപ്പം നമ്മുടെ ഫസൽ കട്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിളവെടുപ്പ്, അതിനോടനുബന്ധിച്ച് ഒരുപാട് ഉത്സവങ്ങൾ എല്ലാ നാട്ടുരാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റ്സിലും നമ്മുടെ ഇവിടെ ഓണം ഉള്ളതുപോലെ ഒരു വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമാണ് ഓണം. അതുപോലെ പൊങ്കലുണ്ട്, അങ്ങനെ ബൈസാഖിയുണ്ട്, അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ രീതിയിലും ഇത് ആഘോഷിക്കപ്പെടും.